കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കാണുകയും സുരേഷ് ഗോപിയുടെ ഈ കാര്യത്തിന്റെ വിശദീകരണം തേടുകയും സുരേഷ് ഗോപി പറയുകയുണ്ടായി, ഈ ബജറ്റും തൊഴിലാളികളുടെ കാര്യവുമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചേർത്ത് വായിച്ചു നോക്കൂ, അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നേട്ടം തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബജറ്റിൽ വിദ്യാർത്ഥികളുടെ കാര്യവുമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ, അപ്പോൾ വിദ്യാർത്ഥികൾക്കും നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ മാധ്യമങ്ങൾ എയിംസിനെ ഒന്ന് ഓർമ്മപ്പെടുത്തി. എയിംസിന്റെ കാര്യം എന്തായി? കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ എയിംസിനെ കുറിച്ചുള്ള കാര്യം. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, എയിംസിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി. അപ്പോൾ മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തി, കോഴിക്കോട് 150 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തതാണ് എന്ന്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു 150 ഏക്കർ മതിയോ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഭുവനേശ്വറിലും പത്നിയിലും ഭോപ്പാലിലും എത്ര ഏക്കറിലാണ് എയിംസ് നിലനിൽക്കുന്നത് എന്ന് സുരേഷ് ഗോപിക്ക് അറിയാമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.